പ്രണയത്തേക്കാൾ വലിയ വികാരമാണ് സൗഹൃദം. അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിലുപരി നഷ്ടമാകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രണയിക്കുന്നവർക്ക് തൻ്റെ പങ്കാളി തൻ്റേത് മാത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു. സൗഹൃദം ഒരു വൺവേ പ്രണയം പോലെയാണ്. അവിടെ ഒരു തുറന്നു പറച്ചിൽ ഇല്ല, അതൊരു സമർപ്പണം മാത്രമാണ്. സൗഹൃദത്തെ ഒരു അളവുകോൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ സുഹൃത്തിന് മറ്റൊരാളോട് ഇഷ്ടക്കൂടുതലുള്ളത് നമുക്ക് സഹിക്കാനാകില്ല. പക്ഷേ അത് പ്രകടിപ്പിച്ച് അവരെ അസ്വസ്ഥരാക്കാൻ ശ്രമിക്കരുത്. നമുക്ക് മറ്റു ബന്ധങ്ങളുള്ളതുപോലെ അവരും മറ്റുള്ളവരുമായി കമ്മിറ്റഡാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ എപ്പോഴും നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. അവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടാകും. അതിനിടയിൽ അവർക്ക് എപ്പോഴും ഒരുപോലെ നമ്മളോട് പെരുമാറാൻ സാധിച്ചെന്ന് വരില്ല. എപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരെ അലട്ടരുത്. ഏത് സൗഹൃദവും സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മളെ കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം സുഹൃത്തിനോട് തുറന്നു പറയുക. അത് അയാളോട് തുറന്നു പറയുന്നതിന് മുമ്പ് അത് അയാളോട് പറഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചുകൂടി ചിന്തിക്കുക. ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിൽ അയാൾ എത്ര അടുത്ത സുഹൃത്തായാലും അയാളുടെ മുമ്പിൽ മനസ്സ് തുറക്കാതിരിക്കുക. ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കാൻ ആദ്യം നമ്മൾ നല്ലൊരു സുഹൃത്താവുകയാണ് വേണ്ടത്. നമ്മുടെ ഒരു മൗനം, ഒരു മെസ്സേജിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി നൽകാതിരിക്കുക. അവരുടെ കോൾ വരുമ്പോൾ നമ്മൾ അവർ പ്രതീക്ഷിച്ച രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. അതൊക്കെ മതി അവർ നമ്മിൽ നിന്ന് അകന്നു പോകാൻ. നിങ്ങൾ ഒരാളിൽ നിന്ന് സൗഹൃദം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു നല്ല സുഹൃത്താകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അയാളും നിങ്ങളിൽ നിന്ന് സൗഹൃദം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ നാണയത്തിൽ അയാൾ നിങ്ങളോട് പെരുമാറും. ഇല്ലെങ്കിൽ അയാളെ വെറുതെ വിട്ടേക്കുക. സൗഹൃദം ഒരു കൊടുക്കൽ വാങ്ങലാണ്. കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ടും ലഭിക്കൂ. അവിടെ ഒരു നിബന്ധനകൾ ഇല്ലാത്ത സ്നേഹം ആയിരിക്കണം. എല്ലാവരും സ്നേഹം പ്രതീക്ഷിക്കുന്നവരാണ്. ഒരു നല്ല സുഹൃത്തിനോട് ഒന്നും ആവശ്യപ്പെടരുത്. അയാൾ നമ്മുടെ നല്ല സുഹൃത്താണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ആവശ്യം മനസ്സിലാക്കി നമ്മളെ സഹായിച്ചിരിക്കും. ഒരു നല്ല സുഹൃത്തിനോട് ഒരിക്കലും അധികാരം കാണിക്കരുത്. ആരും ആർക്കും അടിമപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അയാളോട് കയർത്ത് സംസാരിക്കരുത്. അതിന് നമുക്ക് അവകാശമില്ല. അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. അത് അയാളെ മടുപ്പിക്കും. സൗഹൃദം തേടുന്നവർ നായയെ പോലെയാണ്. വഴിപോക്കൻ വെച്ചു നീട്ടുന്ന ബിസ്ക്കറ്റ് കഴിച്ച് അവൻ അയാളോട് വാലാട്ടി നിൽക്കുന്നു. എന്നാൽ അയാളത് കേവലം ഒരു കൗതുകത്തിന് സമ്മാനിച്ചതാണെന്നറിയുമ്പോൾ പിൻവാങ്ങുന്നു. പിന്നീട് അവൻ യഥാർത്ഥ യജമാനനിൽ എത്തിച്ചേരുന്നു. അതുപോലെ യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തുന്നതുവരെ പ്രയത്നം തുടരുക. മക്കളില്ലാത്തവർ ഭാഗ്യഹീനരാണോ? കുട്ടികളുള്ളവർ എല്ലാവരും പുണ്യം ചെയ്തവരാണോ? പണ്ട് കാരണവന്മാർ പറയും, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും അഹങ്കരിക്കരുതെന്ന്. മക്കളെ സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കും. മക്കളെ നന്നായി വളർത്താൻ കഴിവുള്ളവർ മാത്രമേ അതിന് മുതിരാവൂ. നമുക്കവരെ വളർത്താൻ മാത്രമേ അവകാശമുള്ളൂ. അവർ മറ്റൊരു വ്യക്തിയാണെന്നുള്ള ബോധ്യം നമുക്കെപ്പോഴും വേണം. അവരുടെ ചിന്തകൾ, സ്വപ്നങ്ങൾ എല്ലാം വേറെയാണ്. അവരെ നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാം, സ്നേഹിക്കാൻ പഠിപ്പിക്കാം. അതിന് ആദ്യം വേണ്ടത് നമ്മൾ നന്മയുള്ളവർ ആവുക എന്നതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ട് വളരുന്ന കുട്ടികൾ നന്മയുള്ളവർ തന്നെയാകും. മാതാപിതാക്കൾ കരുണയുള്ളവർ ആണെങ്കിൽ കുട്ടികളും അത്തരത്തിലുള്ളവരാകും. വഴക്കുകൂടി ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ സ്നേഹശൂന്യരാകും. പങ്കാളിയോടുള്ള വാശി തീർക്കുവാനും മക്കളിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുവാനും കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം സാധിച്ചു കൊടുക്കുന്നതിലൂടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇന്ന് 15കാരിയായ പെൺകുട്ടികൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പ്രണയബാധിതരാകുന്ന വാർത്തകൾ സർവ്വസാധാരണയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത്? അവരുടെ ദുരുപയോഗം തടയാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഐക്യമില്ലാത്ത മാതാപിതാക്കളെ പറ്റിക്കുവാൻ കുട്ടികൾക്ക് എളുപ്പം സാധിക്കുന്നു. ഒരാൾ എതിർക്കുമ്പോൾ മറ്റേയാൾ സപ്പോർട്ട് ചെയ്യുന്നു. സ്നേഹമില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ പുറമേ നിന്ന് ലഭിക്കുന്ന സ്നേഹങ്ങളിൽ വളരെ വേഗം പ്രലോഭിതരാകുന്നു. കൗമാരത്തിലെ കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് കാപട്യമോ ചതിയോ എളുപ്പം തിരിച്ചറിയില്ല. അപകടത്തിൽ പെട്ടുപോയതിനു ശേഷമാണ് തങ്ങൾ ചതിയിൽപ്പെട്ടത് അവർ തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും അവർ നിസ്സഹായരായിരിക്കും.
ഒരു 3 വയസ്സുകാരിക്ക് റോഡിലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് വലിയ ബോധം ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ നാം അവരുടെ കയ്യിൽ മുറുകെ പിടിക്കും. വണ്ടിയുടെ മുമ്പിൽ പെടാതെ നമ്മൾ അവരെ കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു 15കാരിയും. അവൾ മറ്റുള്ളവരുടെ കണ്ണിൽ ശാരീരിക വളർച്ച എത്തിയ ഒരു മുതിർന്ന സ്ത്രീയായിരിക്കും. പക്ഷേ മാതാപിതാക്കൾ തിരിച്ചറിയണം, അവൾ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞാണെന്ന്. അവളെ ചതിയിൽപ്പെടുത്താൻ വലിയൊരു വല വിരിച്ച് ചിലന്തികൾ കാത്തു നിൽപ്പുണ്ടെന്ന്. അവരെ വലയിൽപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തം അല്ല. തെറ്റ് സംഭവിച്ചിട്ട് പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. അത് സംഭവിക്കാതെ നോക്കണം. അതിന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം വേണം. കുട്ടികൾ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ പുണ്യം ചെയ്തവരാകില്ല. അവരെ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ വളർത്താനും സാധിക്കണം. വണ്ടിയും ജീവിതവും ഒരുപോലെയാണ്. ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വിശാലമായ വഴിയാണ് എന്ന് കരുതി അല്പം വേഗത കൂട്ടുമ്പോൾ അപ്രതീക്ഷിതമായി കാണുന്ന കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു വളവിനപ്പുറം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വളവ് തിരിഞ്ഞു ചെല്ലുമ്പോഴാണ് അവിടെ നിർത്തിയിട്ട മറ്റൊരു വാഹനം കാണുന്നത്. യാത്രക്കിടയിൽ പെട്ടെന്ന് വണ്ടി നിന്നുപോയെന്ന് വരാം, വണ്ടി പഞ്ചറായെന്ന് വരാം. അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന ഇത്തരം പ്രതിസന്ധികൾ നമ്മെ പലപ്പോഴും തളർത്തും. നമ്മൾ എത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാലും എതിരെ വരുന്നയാൾ അശ്രദ്ധമായി വാഹനം ഓടിപ്പിച്ചാൽ നമുക്ക് അപകടം സംഭവിച്ചേക്കാം. ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ലഭിച്ചെന്ന് വരില്ല. എത്ര ശ്രദ്ധയോടെ തിരഞ്ഞെടുത്താലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പങ്കാളിയെ ആയിരിക്കണമെന്നില്ല നമുക്ക് ലഭിക്കുന്നത്. ശാന്തമായി നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മളെ തളർത്തുന്നത്. നാളെയെക്കുറിച്ച് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യരുത്. ഒന്നിനെയും കുറിച്ച് അമിതമായി സ്വപ്നം കാണരുത്. എന്നു കരുതി കരുതൽ വേണ്ടെന്നല്ല, നാളെ എന്ത് വേണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ. അതിനെ നേരിടാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കി വെക്കണം. ഇന്നിൽ ജീവിക്കുക, സന്തോഷം വരുമ്പോൾ ആഘോഷിക്കുക, ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. മനസ്സ് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. വിശ്വാസവും അവിശ്വാസവും വല്ലാതെ വലക്കുന്നു. സത്യവും മിഥ്യയും നേർക്കുനേർ വരുമ്പോൾ എല്ലാം അവിശ്വസനീയമായി തോന്നുന്നു. സന്തോഷം വരുമ്പോൾ നിസ്സംഗതയോടെ ഇരിക്കുവാനാണ് തോന്നുക. ദുഃഖം വരുമ്പോൾ പൊട്ടിച്ചിരിക്കുവാനാണ് താല്പര്യം. സന്തോഷം പങ്കിടുവാൻ വരുന്നവർ മുഖത്തെ മൂകത കാണുമ്പോൾ അവരുടെ ആവേശം കെടുന്നു. സങ്കടം ആണെന്ന് കരുതി ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ മുഖത്തെ പുഞ്ചിരി കണ്ട് പിന്മാറുന്നു. ഭയം തോന്നേണ്ട സമയത്ത് കൂടുതൽ ധൈര്യശാലിയാകുന്നു. ധൈര്യം തോന്നേണ്ട സമയത്ത് ഭീരുവാകുന്നു. അവിശ്വാസിയാണെന്ന് കരുതുമ്പോൾ വിശ്വാസിയാകുന്നു. വിശ്വാസിയാണെന്ന് കരുതുമ്പോൾ അവിശ്വാസിയാകുന്നു. ഒന്നു മാത്രം അറിയാം, അദൃശ്യമായ ഏതോ കരങ്ങൾ കൈപിടിച്ച് നിർത്തുന്നുണ്ട്. അതിനെ ദൈവമെന്ന് പേരിട്ട് വിളിക്കാൻ തന്നെയാണ് ആഗ്രഹം. ചിലപ്പോൾ തോന്നുന്നു തീർത്തും പരാജിതനാണെന്ന്. മറ്റു ചിലപ്പോൾ തോന്നും ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന്. നേട്ടങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ ഇതിലും വലിയ ഭാഗ്യവാൻ വേറെ ഇല്ലെന്ന് തോന്നും. നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിലും വലിയ ഭാഗ്യഹീനൻ വേറെ ആരുമില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഒന്നു മാത്രം അറിയാം, ഒരു വികാരത്തെ മറച്ചുവെച്ച് മറ്റൊരു വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പ്രാപ്തനായിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. മുഖം മനസ്സിൻ്റെ കണ്ണാടിയല്ല, മനസ്സിനെ മറയ്ക്കാനുള്ള കവചമാണ് മുഖം.